2 ദിവസം മുൻപാണ് ഇരട്ടിയിൽ നിന്ന് പയ്യാവൂരിലേക്ക് പോവുകയായിരുന്ന പ്രൊവിഡൻസ് ബസ്സിൽ ഇരട്ടിയിൽ നിന്നും യജ്ന കയറിയത്. ബസ്സിലെ കണ്ടക്ടർ മനാഫിൻ്റെ യാത്രക്കാരോടുള്ള നല്ല പെരുമാറ്റവും കരുതലും കണ്ടപ്പോഴാണ് ഉളിക്കൽ കോക്കാട് സ്വദേശിയും പരിക്കളം ശാരദവിലാസം എയ്ഡഡ് UP സ്കൂളിലെ ഹിന്ദി അധ്യാപികയുമായ യജ്ന പത്മനാഭൻ തൻ്റെ ഫേസ്ബുക്കിൽ ഇതേക്കുറിച്ച് കുറിപ്പിട്ടത്. ഇത് വൈറലായതോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിൽ മാതൃകാപരമായി പ്രവർത്തിച്ച ബസ് കണ്ടക്ടർ മനാഫിനെ അനുമോദിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഇരട്ടി പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഇരട്ടി ജോയിന്റ് RTO B സാജുവിൻ്റെ നേതൃത്വത്തിൽ മനാഫിന് മൊമെൻ്റോ നൽകി. ഒപ്പം ചടങ്ങിൽ പങ്കെടുത്ത യജ്ന പത്മനാഭനെയും അഭിനന്ദിച്ചു. ചടങ്ങിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ T വൈകുണ്ഠൻ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ഷനിൽകുമാർ, DK ഷീജി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. എപ്പോഴും ബസ്സിലെ ജീവനക്കാരെക്കുറിച്ച് മോശമായ കമൻറ്റുകളാണ് കാണാറുള്ളത് എന്നും എന്നാൽ മനാഫിൻ്റെ ഈ നല്ല പ്രവൃത്തി മികച്ചതാണെന്ന് ജോയിന്റ് RTO B സാജു പറഞ്ഞു. എപ്പോഴും നമ്മൾ ബസ്സുകാരെക്കുറിച്ചും ബസ്സിലെ സ്റ്റാഫിനെക്കുറിച്ചും വളരെ മോശമായിട്ടാണ് പലപ്പോഴും ചിത്രീകരിക്കപ്പെടാറ്. അവരെക്കുറിച്ച് വളരെ മോശമായ കമൻറ്റുകളാണ് കാണാറുള്ളത് എപ്പോഴും. പക്ഷേ അതിനെല്ലാം ഇടയിൽ മനാഫിനെ പോലുള്ളൊരു വ്യക്തിയുടെ ഒരു നല്ല സൽപ്രവൃത്തിയെക്കുറിച്ച് പൊതുജനങ്ങൾ അറിയുകയും അവരെ അനുമോദിക്കുകയും ചെയ്യാം എന്നുള്ള തീരുമാനത്തിലാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങളിങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും നേരെ നമ്മളിവിടെ കൂടുകയും ചെയ്തത്. ബസ് ജീവനക്കാർക്കെതിരെ പലപ്പോഴായി പരാതികൾ ലഭിക്കുമ്പോൾ അവർക്കെതിരെ നടപടിയെടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ജോലി എങ്കിലും ഈയൊരു നന്മ കാണുമ്പോൾ അവരെ അനുമോദിക്കാനും ഞങ്ങൾ ബാധ്യസ്ഥരാണെന്നും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ T വൈകുണ്ഠനും പറഞ്ഞു. എല്ലാ ബസ്സിനകത്ത് പരാതികളുണ്ടാവും. പരാതികൾ വരുമ്പം തൊഴിലാളികൾക്കെതിരെ നടപടിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ സാധാരണ ബന്ധപ്പെടുന്ന പരിപാടി ഈ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട്. അപ്പോൾ ഇന്ന് അതിന് നേരെ തിരിച്ച് ഒരു നന്മയെ ആദരിക്കാനുള്ളൊരു അവസരം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും നെഗറ്റീവ് കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ഇത്തരത്തിൽ നല്ല പ്രവൃത്തി കണ്ടപ്പോൾ അത് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഫേസ്ബുക്ക് പേജിൽ ഇതേക്കുറിച്ച് കുറിപ്പിട്ടത് എന്ന് യജ്ന പത്മനാഭനും പറഞ്ഞു. എൻ്റെ അമ്മ ഒരു സീനിയർ സിറ്റിസൺ ആണ്. അപ്പോൾ അമ്മ എപ്പോഴും പറയാറുണ്ട് ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന പ്രയാസങ്ങൾ. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ പ്രൈവറ്റ് വണ്ടി വിളിച്ചിട്ടൊക്കെ പോവാറാണ്. പക്ഷെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സിലെല്ലാവരും ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയുള്ള ആളുകളാണ് കൂടുതലും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും നെഗറ്റീവ്സ് ആണ് കൂടുതൽ എല്ലാവരും പ്രചരിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ആദ്യത്തെ ആ ഒരു യുവതിയല്ല ഇവരുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ആയിരിക്കും, ആ രീതിയിലുള്ള ഒരു കെയറിങ് ഒക്കെ ആയിരുന്നു. പക്ഷെ പിന്നീട് മനസ്സിലായത് അതല്ല, ആ ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് അതാണ്. വരുന്നവരെ ഒരു നല്ല രീതിയിൽ കെയർ ചെയ്യുക, അവരെ സീറ്റിൽ സേഫായിട്ട് ഇരുത്തുക. അപ്പം അതും കൂടി ആളുകൾ നമ്മളെപ്പോഴും വിമർശനം പറയുന്നത് ഇങ്ങനെ ഒരുപാട് ആളുണ്ടാവും. നമ്മൾ ഈ നെഗറ്റീവ്സ് മാത്രം പറയുന്നതിനേക്കാൾ നല്ലത് ഒരു പോസിറ്റീവ് പുറത്ത് പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക്. പക്ഷെ ഇങ്ങനെ ഒരു ഇതായിട്ട് എല്ലാവരും അത് ഏറ്റെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഇക്കാര്യം വൈറലായപ്പോഴാണ് താൻ തന്നെ അറിയുന്നത് എന്ന് മനാഫും കൂട്ടിച്ചേർത്തു. ഞാൻ പിറ്റേന്ന് രാവിലെ അറിയുന്നു. ഇവർ ഫോട്ടോ എടുത്തതോ ഒന്നും ഞാനറിയില്ല, സംഭവമേ ഞാനറിയില്ല. പിറ്റേന്ന് രാവിലെ ഒരു ബസ്സിൽ ഡ്രൈവർ എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെയുണ്ട് സംഭവം, നീ ഒന്ന് ഫേസ്ബുക്കോ വാട്സപ്പോ തുറന്നു നോക്കുന്നു. അങ്ങനെ ഞാൻ അറിയുന്നത്. അതുവരെ ഞാൻ അറിയില്ല സംഭവം എന്നാമെന്ന് പോലും ഞാനറിയില്ല. ഇവർ ബസ്സിൽ കയറിന്, എന്നിട്ട് ഞാൻ ടിക്കറ്റ് മുറിച്ച് കൊടുത്തു. ഇവർ കോക്കാട് ഇറങ്ങുകയും ചെയ്തു. പക്ഷേ ഞാൻ ഇങ്ങനെ ഉണ്ട് എന്നുള്ള സംഭവം പിറ്റേന്ന് രാവിലെ ഞാൻ അറിയുന്നത്. മനാഫിൻ്റെ ഈയൊരു മാതൃക മറ്റ് ബസ് ജീവനക്കാരെല്ലാം പിന്തുടർന്നാൽ തീരാവുന്നതേയുള്ളൂ ബസ് യാത്രക്കിടയിലുള്ള പല പ്രശ്നങ്ങളും. ഇരട്ടിയിൽ നിന്നും ദീപുവിനോടൊപ്പം ഉന്മേഷ്.